രാമന്റെ വനവാസം. രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണിത്. രാമദേവൻ വനവാസത്തിനു പോകുന്ന സന്ദർഭം. ഈ സന്ദർഭത്തെക്കുറിച്ചാണ് പാഠത്തിൽ പറയുന്നത്. അയോധ്യയുടെ യുവരാജാവായി രാമനെ വാഴിക്കാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. ഇതറിഞ്ഞ് ആബാലവൃദ്ധം ജനങ്ങളും ഉത്സവലഹരിയിൽ ഇളകി മറിഞ്ഞു. പിറ്റേ ദിവസം തന്നെ പട്ടാഭിഷേകം നടത്താൻ നിശ്ചയിച്ചു. വസിഷ്ഠനും സുമന്ത്രരും കൂടി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഈ സമയത്ത് കൈകേയിയുടെ വളർത്തമ്മയായ മന്ധര കേകയ രാജ്യത്തുനിന്നും അവിടെ എത്തി. രാമന്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കുടിലബുദ്ധിയായ മന്ധര കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തിനിറച്ചു. അങ്ങനെ കൈകേയിയുടെ മനസ്സ് മാറി. രാമൻ രാജാവായാൽ രാമന്റെ മാതാവ് കൗസല്യയുടെ ദാസിയായി കൈകേയി കഴിയേണ്ടി വരുമെന്നും പുത്രനായ ഭരതന് കൊട്ടാരത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്നുമുള്ള മന്ധരയുടെ വാക്കുകൾ കൈകേയിയുടെ മനസ്സിൽ നന്നായി ഏറ്റു. തനിക്ക് കൊട്ടാരത്തിൽ സ്ഥാനമില്ലാതെയാവും എന്ന ചിന്ത കൈകേയിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ശംബരൻ എന്ന അസുരനുമായി ദശരഥൻ പൊരുതിക്കൊണ്ടിരുന്നപ്പോൾ തേരിന്റെ ഒരാണി ഇളകിപ്പോയി. ഈ അവസരത്തിൽ ആണിപ്പഴുതിൽ വിരലുകളിട്ട് കൈകേയി രാജാവിന്റെ ജീവൻ രക്ഷിച്ചു. അന്ന് ഇഷ്ടമുള്ള 2 വരം നൽകാമെന്ന് ദശരഥൻ കൈകേയിക്ക് വാക്കുകൊടുത്തിരുന്നു. ആ വരം ഇപ്പോൾ ആവശ്യപ്പെടാൻ മന്ധര കൈകേയിയോട് പറഞ്ഞു. ഭരതനെ രാജാവാക്കണം, രാമനെ 14 വർഷം വനവാസത്തിന് കാട്ടിലയക്കണം. ഇതായിരുന്നു ആ വരങ്ങൾ. അങ്ങനെ കൈകേയി ദശരഥനോട് വരങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു ദയയുമില്ലാതെയുള്ള കൈകേയിയുടെ വാക്കുകൾ ദശരഥനെ ആകെ തളർത്തി. വിവരമറിഞ്ഞ രാമൻ പിതാവിനെ ആശ്വസിപ്പിച്ചു. പിതൃസ്നേഹം കാട്ടി കീർത്തി നേടാൻ ഈശ്വരൻ തന്നിരിക്കുന്ന അനുഗ്രഹമാണ് ഈ വനവാസം എന്ന് പറഞ്ഞ് മകൻ അച്ഛന്റെ ദുഃഖം കുറയ്ക്കാൻ ശ്രമിച്ചു. വിലപിച്ചുകൊണ്ടിരുന്ന അച്ഛന്റെ അടുത്തുനിന്ന് രാമൻ അമ്മയുടെ അടുത്തെത്തി. വിവരമറിഞ്ഞ കൗസല്യ ബോധശൂന്യയായി. അമ്മയെ താങ്ങിയിരുത്തിക്കൊണ്ട് രാമൻ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ അമ്മ കരഞ്ഞുകൊണ്ടിരുന്നു. പത്നിയായ സീതയും അനുജനായ ലക്ഷ്മണനും രാമനോടൊപ്പം വനവാസത്തിനു പോകാൻ തീരുമാനിച്ചു. അവരെ പിന്തിരിപ്പിക്കുവാൻ രാമന് സാധിച്ചില്ല. രാമന്റെ വനയാത്രയറിഞ്ഞ് അയോധ്യയിലെ ജനങ്ങളെല്ലാം ദുഃഖിതരായി. പുറപ്പെടും മുമ്പ് ദാനകർമ്മങ്ങൾ ചെയ്ത് രാമൻ എല്ലാവരെയും സന്തുഷ്ടരാക്കി. മൂവരും അച്ഛനോട് യാത്ര ചോദിക്കാനെത്തി. രാമനെ ആലിംഗനം ചെയ്ത ദശരഥൻ കഠിനമായ ദുഃഖത്താൽ ബോധം കെട്ടു. രാജാവിന്റെ സങ്കടം കണ്ട് കൊട്ടാരവാസികളെല്ലാം പൊട്ടിക്കരഞ്ഞു. പട്ടുവസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി രാമലക്ഷ്മണന്മാർ കൈകേയി നൽകിയ മരവുരി ധരിച്ചു. രാമൻ ഒരിക്കൽ കൂടി പിതാവിനോട് യാത്രാനുമതി ചോദിച്ചു. പിതാവിന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാതാവിനോട് പറഞ്ഞു. വീണ്ടും എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നിറങ്ങി രഥത്തിൽ കയറിയ അവരെ ജനങ്ങൾ കരഞ്ഞുകൊണ്ട് പിന്തുടർന്നു. രഥം കണ്ണിൽ നിന്നകന്നുകൊണ്ടിരിക്കെ പ്രജകളുടെ ആർത്തനാദം അവിടെ മാകെ മുഴങ്ങിക്കേട്ടു.